താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നടന്മാർ വോട്ട് ചെയ്തു. വൈകുന്നേരത്തോടെ ഫലം പ്രഖ്യാപിക്കും. നല്ല ഭരണസമിതി വരുമെന്നാണ് പ്രതീക്ഷയെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. ഗൌരവമേറിയ തെരഞ്ഞെടുപ്പാണെന്നും ആത്മവിശ്വാസമുണ്ടെന്നും പ്രസിഡന്റ് സ്ഥാനാർത്ഥി ദേവൻ പറഞ്ഞു. അത് മുമ്പില്ലാത്ത ഒരു ഗൗരവമേറിയ ഒരു ഇലക്ഷനാണ്. വാശിയല്ല, ഗൗരവമേറിയ ഒരു ഇലക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. മൊഹ്സിനാസു ചേരുന്നു. മൊഹ്സിന, ദേവൻ പറഞ്ഞതുപോലെ വളരെ ഗൗരവമേറിയൊരു തെരഞ്ഞെടുപ്പായി തന്നെ ഇതിനെ കാണണം. പ്രധാനപ്പെട്ട ഒരു മേഖല, സിനിമാ മേഖലയിൽ നടക്കുന്ന, സിനിമാ താരങ്ങളുടെ സംഘടനയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിന്റെ പുറകിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന പിരിച്ചുവിടേണ്ട, രാജിവെച്ചു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായി. അത്തരത്തിൽ സംഘടന വലിയ വിഷമഘട്ടത്തിൽ പോകുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അത്രയ്ക്ക് പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിക്കുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും വോട്ട് ചെയ്യാനെത്തിയിരുന്നു. മുതിർന്ന താരങ്ങൾ, യുവതാരങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. എപ്പോഴായിരിക്കും ഫലം? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ താരസംഘടനയായ അമ്മ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ കൃത്യം 10 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. സ്ഥാനാർത്ഥികളായ ശ്വേതാ മേനോൻ, ദേവൻ, കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ തുടങ്ങി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തിയിരുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ജനപ്രതിനിധികളായ താരങ്ങൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും എല്ലാ തിരക്കുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് മുതിർന്ന താരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ഏറെ വിവാദങ്ങൾ, അതിനുശേഷമുണ്ടായ അനിശ്ചിതത്വങ്ങൾ, ആ സമയത്തുണ്ടായ നമുക്കറിയാം പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ ഉൾപ്പെടെ രാജിവെക്കുന്നു. പിന്നീട് ആ കമ്മിറ്റി പിരിച്ചുവിടുന്നു, അഡ്ഹോക് കമ്മിറ്റി വരുന്നു. അതിനുശേഷം വീണ്ടും ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നു. എന്താണെങ്കിലും എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും ശേഷം ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. താരസംഘടനയായ അമ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ പ്രസിഡന്റും സിനിമാ താരവുമായ മോഹൻലാലിന്റെ പ്രതികരണം വന്നിരുന്നു. അമ്മയിലെ അംഗങ്ങൾ മികച്ച ഒരു ഭരണസമിതിയെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ദേവൻ വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഒരു വനിതാ അമരത്തേക്ക് വരണം എന്നുള്ളൊരു പൊതുവികാരം അമ്മയ്ക്കകത്തുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് എന്താണെങ്കിലും 4 മണി വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഈ അമ്മയുടെ തലപ്പത്തേക്ക് വരികയാണ്. അത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു ഏടായി മാറും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്താണെങ്കിലും വാശിയേറിയ ഒരു മത്സരം തന്നെയാണ്. സാധാരണഗതിയിൽ ഈ ജനറൽ ബോഡി യോഗത്തിന് അനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഉണ്ടാവാറ്. ഇക്കുറി പക്ഷേ സ്വകാര്യ ഹോട്ടലിൽ ഇത്തരത്തിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കൂടി അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിന് അല്പം അംഗങ്ങളുടെ കുറവ് ഉണ്ടാകുമെന്നാണ്. എന്താണെങ്കിലും 500-ലധികം ആളുകളുടെ വോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അത്രയും പേർ പങ്കെടുക്കുമോ എന്നറിയില്ല. എന്താണെങ്കിലും ആവശ്യകതകളെല്ലാം മാറ്റിവെച്ച് ശ്രീനിവാസൻ ഉൾപ്പെടെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മുതിർന്ന താരങ്ങളുമൊക്കെ തന്നെ എത്തി. യുവതാരങ്ങളായ ടൊവിനോ, ജയസൂര്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വന്നു പോയി. അതുപോലെ തന്നെ മറ്റ് താരങ്ങളും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ആളുകളുടെ ഒരു പ്രാതിനിധ്യം, വോട്ടിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇനി അറിയേണ്ടത് ആർക്കാണ് മുൻതൂക്കം, അതുപോലെ തന്നെ ആരായിരിക്കും സമരത്തേക്ക് വരിക എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രസിഡന്റായി ശ്വേത അമരത്തേക്ക് എത്തുന്നു. വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അതാണ്, ആരായിരിക്കും അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരിക, പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. ഇതുവരെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ ആ സ്ഥാനത്തിരിക്കുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയണം. അങ്ങനെയെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ത്രീകൾ ഭരിക്കുന്ന ഒരു സംഘടനയായി സിനിമയിൽ അത്തരത്തിലൊരു സംഘടന ആകും അമ്മ എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് വൈകുന്നേരത്തോടുകൂടി അറിയാൻ സാധിക്കും.